ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംപ്രൂവ്മെൻറ്റ് മാത്സ് ആണ്. അതിലെ സെക്കൻഡ് ചാപ്റ്റർ നമ്മളതിൽ ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ പോർഷനാണ് ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റും ഓർഡേർഡ് പെയറൊക്കെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് പുതിയൊരു സെക്ഷനാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ ഡൊമെയിൻ, കോഡൊമെയിൻ, റേഞ്ച് എന്താണെന്ന് പറയാൻ പോകുന്നത്. ഡൊമെയിൻ, കോഡൊമെയിൻ, റേഞ്ച്, ഈ മൂന്ന് കാര്യങ്ങളിലും ഒരു റിലേഷനിൽ ഏതൊക്കെയാണ് ഡൊമെയിനും കോഡൊമെയിനും റേഞ്ചും എന്ന് നമുക്ക് എന്താണ് പറയാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആരോ ഡയഗ്രാം. എന്താണ് ആരോ ഡയഗ്രാം. ഓക്കെ, ഈ ഒരു സംഭവം നമ്മൾ പറയുന്ന പേരാണ് ആരോ ഡയഗ്രാം. ആരോ ഡയഗ്രാം, ആരോ ഡയഗ്രാം. ഇത് വരയ്ക്കാനായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ, ആരോ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ഇത് ഏതോ ഒരു ഫംഗ്ഷനാണ്, ഇവിടെ ഏതൊരു ഫംഗ്ഷനുണ്ട്, നമുക്ക് ഏത് ഫംഗ്ഷൻ അറിയില്ല. ഏതോ ഒരു ഫംഗ്ഷൻ അനുസരിച്ച് ഇത് നമ്മുടെ സെറ്റ് എ ആണ് കേട്ടോ, സെറ്റ് എ. ഇതെന്താണ്ട, സെറ്റ് ബി ആണ്. ഇവിടെ റിലേഷൻ ഉണ്ടല്ലേ, സെറ്റ് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഉണ്ട്. അതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ്, ആർ. ഓക്കെ, ഇങ്ങനെ വരയ്ക്കാറുണ്ട് കേട്ടോ, ഇവിടെ വരയ്ക്കാറുണ്ട്. നമ്മളിങ്ങനെ വരച്ചു വയ്ക്കും. ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ എന്ത് വരയ്ക്കും, ഇവിടെ ആർ എന്ന് എഴുതും. ആർ. ഓക്കെ, കാരണം ഇത് റിലേഷൻ ആയതുകൊണ്ട് നമ്മളവിടെ ആർ എന്ന് എഴുതും. ഫംഗ്ഷൻ വരുന്നെങ്കിൽ നമ്മളവിടെ എന്ത് എഴുതും, എഫ് എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് സെറ്റ് എയും സെറ്റ് ബിയും. അപ്പോൾ എന്തോ ഒരു റിലേഷൻ്റെ ഭാഗമായിട്ട് എ നമ്മൾ 2ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്, ബിയെ നമ്മൾ 1ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്, സി എങ്ങോട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്, 3ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ സെറ്റ് എയിൽ റിലേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന എലമെൻസിനെ നമ്മൾ എന്ത് പറയുക, ഡൊമെയിൻ എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ ഡൊമെയിൻ ആരാണ്, ഇവിടുത്തെ ഡൊമെയിൻ എന്ന് പറയുന്നത് ആരൊക്കെയാണ്, സെറ്റ് എയിൽ ആരൊക്കെയാണ് ഉള്ളത്, റിലേഷനിൽ എയും ബിയും സിയും ആണ്. സോ എന്താണ് ഇവിടുത്തെ ഡൊമെയിൻ എന്ന് പറഞ്ഞത്, ഏതാണ്ട് മക്കളെ എ ബി സി ആണ്. ഇതാണ് എ ബി സി. അപ്പോൾ സെറ്റ് എയിൽ റിലേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന എലമെൻസിനോട് പറഞ്ഞ പേരാണ് എന്ത്, ഡൊമെയിൻ. എന്താണ്ടാ മക്കളെ, ഡൊമെയിൻ. ഓക്കെ, ഇനി കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ബി ഫുള്ളാണ്. സെറ്റ് ബി എന്താണ്ട, ഫുൾ. അവിടെ റിലേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. അപ്പോൾ കോഡൊമെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ബിയിലുള്ള ഫുൾ എലമെൻറ്റ്സ്. സെറ്റ് ബിയിൽ ഇപ്പോൾ ആരാണുള്ളത്, 1 2 3 4 5 അല്ലേ, 1 മുതൽ 5 വരെയുള്ള എലമെൻറ്റ്സ് എന്ത് തന്നെയാണ് മക്കളെ, ഇവിടെ കോഡൊമെയിൻ തന്നെയാണ്, ഒരു മാറ്റമില്ല. എന്നാൽ റേഞ്ച് എന്താണ്, റേഞ്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ബിയിൽ റിലേഷനിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഏതാണ്, ഇവിടെ റിലേഷൻ ഏർപ്പെട്ടിട്ടുള്ളത് ആരൊക്കെയാണ് പറഞ്ഞോ, 1 2 3 ആണല്ലേ. ഇപ്പോൾ 1ഉം 2ഉം 3 മാത്രമേ ഇവിടെ എന്താണ് റിലേഷനിൽ ഇവിടെ ബിയിൽ എന്താണ് ഏർപ്പെട്ടിട്ടുള്ളൂ അല്ലേ. സോ അതുകൊണ്ട് തന്നെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ആരാണ്ട, റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 2 3 ആണ്. ആരാണ്, 1 2 3 ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ സെറ്റ് എയിൽ റിലേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന എലമെൻറ്റ്സ് ആണ് ആര്, ഡൊമെയിൻ. സെറ്റ് ബിയിലുള്ള എലമെൻറ്റ്സ് ഫുള്ളാണ് എന്ത്, കോഡൊമെയിൻ. ആരാണ്, കോഡൊമെയിൻ. സെറ്റ് ബിയിൽ റിലേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന എലമെൻറ്റ്സിനെ മാത്രം നമ്മൾ പറയുന്ന പേരാണ് എന്ത്, റേഞ്ച്. എന്താണ്ട, റേഞ്ച്. അപ്പോൾ ഡൊമെയിനായി, കോഡൊമെയിനായി, റേഞ്ചായി. നമുക്ക് ഇവിടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ദി ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദി റിലേഷൻ ആർ ഈക്വൽ ടു, ആർ ഏതാണ്ട് മക്കളെ 1 6 2 7 3 8 4 9 5 10 ആണ്. നമുക്ക് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്ന നമ്പറുകളെല്ലാം എന്താണ്ടാ, ഡൊമെയിൻ ആയിരിക്കും. ഓക്കെ, റിലേഷനിൽ ഫസ്റ്റ് വരുന്ന നമ്പറുകളെല്ലാം എന്തായിരിക്കും, ഡൊമെയിൻ ആയിരിക്കും. സോ ഇത് ഡൊമെയിൻ ആരാണ്, ഡൊമെയിൻ. ഇവിടുത്തെ ഡൊമെയിൻ 1 2 3 4 5. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് എന്ത്, ഡൊമെയിൻ. ആരാണ്, 1 2 3 4 5. റിലേഷനിൽ ആദ്യം വരുന്ന എല്ലാം എന്താണ്ട മക്കളെ, ഡൊമെയിൻ ആണ്. ഓക്കെ, അപ്പോൾ റേഞ്ച് എന്തായിരിക്കും, റേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടാമത് വരുന്ന എലമെന്റ് ആരൊക്കെയാണ്, 6 7 8 9 10. സോ റേഞ്ച് ആരാണ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടാമത് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, 6 7 8 9 10. ഇതാണ് എന്ത്, നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒന്നാമത് വരുന്ന എല്ലാം എന്താണ്ട, ഫസ്റ്റ് വരുന്ന എല്ലാം എന്താണ്, ഡൊമെയിനും. രണ്ടാമത് വരുന്ന നമ്പേഴ്സ് എല്ലാം എന്താണ്ട മക്കളെ, റേഞ്ച് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, കോഡൊമെയിൻ ഇവിടെ എഴുതാൻ പറ്റൂ. ഇവിടെ കോഡൊമെയിൻ നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ട് നമുക്ക് ഇവിടെ അറിയാൻ പറ്റില്ല. സോ കോഡൊമെയിൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ എന്താണ് റിലേഷൻ എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൊമെയിനും റേഞ്ചും എഴുതാൻ ഇപ്പോൾ അറിയാം. അവിടെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, അടുത്തൊരു ക്വസ്റ്റ്യൻ, write the domain and range of the relation
ആർ ഡിഫൈൻഡ് ബൈ, നമ്മുടെ ആർ എന്താണ്? ഇതാണ് നമ്മുടെ ആർ, ഇതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറെഡി വേറെ എക്സ് കോമ വൈ, അതിലെന്താണ് വൈ എപ്പോഴും എന്തായിരിക്കണം? എക്സ് എന്താണോ അതിനേക്കാൾ എത്ര കൂടുതലായിരിക്കണം? 1 കൂടുതലായിരിക്കണം, അതാണ് കണ്ടീഷൻ. ഇനി എക്സിന് വരാവുന്ന എലമെന്റ് ഏതൊക്കെയാണ്? 0 മുതൽ ഏതുവരെയാണ് മക്കളെ? 5 വരെയാണ്. നമുക്ക് എഴുതി നോക്കാം നമ്മുടെ എന്താണ്, നമ്മുടെ റിലേഷൻ എന്താണ് നമുക്ക് എഴുതി നോക്കാം. നമുക്ക് ആദ്യം റിലേഷൻ എഴുതാം, ആർ എന്താണെന്ന് എഴുതാം. നമുക്കിവിടെ ആദ്യം എക്സിന് എന്ത് കൊടുത്തു നോക്കാം? എക്സിന് ആദ്യം നമുക്ക് 0 എടുക്കാം. സോ എക്സ് 0 ആണെങ്കിൽ വൈ എന്താണ്? വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 അല്ലേ? സോ എക്സിന് നമുക്ക് 0 കൊടുക്കാം. അപ്പോൾ 0 + 1 എത്രയാണ് ആൻസർ? 1 അല്ലേ? അതായത് എക്സിന് 0 കൊടുത്തപ്പോൾ വൈ നമുക്ക് എത്ര കിട്ടി? 1 കിട്ടി. അതുപോലെ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? y = എക്സ് പ്ലസ് 1ൽ എക്സിന് നമുക്ക് എന്ത് കൊടുത്തു നോക്കാം? 1 കൊടുക്കാം. അപ്പോൾ 1 + 1 നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അതായത് എക്സിന് നമ്മൾ 1 കൊടുത്തപ്പോൾ നമുക്ക് വൈ എന്ത് കിട്ടി? വൈയുടെ വാല്യൂ എന്ത് കിട്ടി? വൈയുടെ വാല്യൂ 2 കിട്ടി. എക്സിന് 1 കൊടുത്തപ്പോൾ വൈ നമുക്ക് എന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. അപ്പോൾ അടുത്ത ആൻസർ എന്താണ്? 1 2. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത് എന്ത് കിട്ടും? 2 കൊടുക്കുമ്പോൾ 2 3, 3 കൊടുത്താൽ 3 4, 4 എടുത്താൽ 5 4 5, 5 കൊടുത്താൽ 6. സോ കാരണം എക്സിന് നമുക്ക് ഏതുവരെ കൊടുക്കാനേ പറ്റുള്ളൂ? എക്സിന് നമുക്ക് 0 മുതൽ 5 വരെ കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 0 കൊടുത്തു, 1 2 3 4 5. അപ്പോൾ 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 1 കിട്ടി. എക്സ് 1 ആകുമ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും. 2 ആകുമ്പോൾ 3, 3 ആകുമ്പോൾ 4, 4 ആകുമ്പോൾ 5, 5 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താണ് മക്കളെ? 6 ആണ്. സോ ഇതാണ് നമ്മുടെ റിലേഷൻ. ഇതിലെ ഡൊമൈൻ നിങ്ങൾ പറഞ്ഞു എന്താണ് ഡൊമൈൻ? ഇവിടുത്തെ ഡൊമൈൻ ആരാണ്? ഡൊമൈൻ ഫസ്റ്റ് വരുന്ന എല്ലാം ഡൊമൈൻ 0 1 2 3 4 5, 0 1 2 3 4 5, ഇതാണ് എന്ത്? ഡൊമൈൻ. അപ്പോൾ ആരാണ് റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടാമത് വരുന്ന നമ്പർ ആരൊക്കെ ഉണ്ടാ? 1 2 3 4 5 6. ഇതാണ് ഇവിടുത്തെ എന്ത്? ഡൊമൈനും റേഞ്ച്. അടുത്ത ദിവസം നോക്കിക്കടാ, നമുക്ക് എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. ഏതാണ്ടാ എ എന്ന് പറഞ്ഞ സെറ്റ്? 1 2 3 4. അടുത്ത ബി എന്ന് പറഞ്ഞ സെറ്റ് ഏതാണ്? 1 4 5 ആണ്. ഇത് രണ്ട് സെറ്റാണ്. ഇവിടെ ആർ എന്ന് പറയുന്നത് എന്ത്? റിലേഷനാണ്. എന്താണ് റിലേഷൻ? ഈസ് എ റിലേഷൻ ലെസ് ദാൻ ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ അതെന്തായിരിക്കണം? ലെസ് ദാൻ ആയിരിക്കണം. എന്താണ്ടായി ലെസ് ദാൻ? നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതായത് ഇവിടുത്തെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ടാ? ഫസ്റ്റ് റോസ്റ്റർ ഫോം. എന്താണ് റോസ്റ്റർ ഫോം? എലമെന്റ്സിനെ കോമറ്റ് എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? റോസ്റ്റർ ഫോം. സോ ഇവിടെ ആർ എന്തായിരിക്കും? ഇവിടെ ആർ എന്തായിരിക്കും നോക്കി. ആദ്യം നമുക്ക് 1 1 എടുക്കാം. 1 1 1 ലെസ് ദാൻ 1 ശരിയാണോ? അല്ല. ഒരിക്കലും 1 1 എന്ന് പറയുന്ന സാധനം വരില്ല. കാരണം 1 ലെസ് ദാൻ 1 അല്ല, ഒരിക്കലും അങ്ങനെ വരില്ല. അപ്പോൾ 1 1 നോക്കണ്ട. 1 4 നിങ്ങൾ എടുക്കുക. 1 4 വരുമല്ലോ. 1 4 1 ലെസ് ദാൻ 4 ശരിയല്ലേ? ഒന്നെന്ന് പറയുന്നത് 4നേക്കാൾ ചെറുതാണ്. അപ്പോൾ ആൻസറിൽ എന്ത് വരും? 1 4 വരും. സോ 1 4 1 4. നെക്സ്റ്റ് 1. അടുത്ത നമുക്ക് ഏതെടുക്കാം? അടുത്തത് 1ഉം 5ഉം കൂടെ എടുത്ത് നോക്കുക നിങ്ങൾ. 1 5 വരൂലേ? വരും. കാരണം 1 ലെസ് ദാൻ 5 ശരിയല്ലേ? കറക്റ്റാണ്. സോ അടുത്ത ആര് വരും? 1 5 വരാണ്. 1 5 1 5. നെക്സ്റ്റ് 1. അടുത്ത് കഴിഞ്ഞു. അടുത്ത 2 1 എടുക്കുക നമ്മൾ. 2 ലെസ് ദാൻ 1 ശരിയല്ല. പക്ഷെ 2 4 എടുക്കാമല്ലോ. 2 4 വരും. 2 5 വരും അല്ലേ? 2 4 2 5 2 4 2 5. അടുത്ത 3 വെച്ച് നോക്കുമ്പോൾ 3 1 നമ്മൾ എടുക്കില്ല. 3 4 എടുക്കോ? 3 4 ശരിയാണ്. 3 ലെസ് ദാൻ 4 ശരിയാണല്ലേ? നമ്മൾ അടുത്ത ഏതെടുക്കും? 3 4 3 4. നെക്സ്റ്റ് 1 3 5 നമ്മൾ എടുക്കുമോ? 3 5 എടുക്കും. കാരണം 3 ലെസ് ദാൻ 5 ശരിയാണ്. അപ്പം 3 5. നെക്സ്റ്റ് 1 അടുത്തത് 4 വെച്ച് 4 1 നമ്മൾ സെലക്ട് ചെയ്യുമോ? 4 1 4 ലെസ് ദാൻ 1 ശരിയല്ല. 4 ലെസ് ദാൻ 1 എന്ന് പറയുന്നത് ശരിയല്ല, എടുക്കൂല. അടുത്ത 4 4 എടുക്കുമോ? ഇല്ല. 4 4 ഈക്വൽ ആണല്ലേ, ലെസ് ദാൻ അല്ല. 4 5 എടുക്കുമോ? 4 5 എടുക്കും. ഇത്രയും എലമെന്റ് എവിടെ കാണും? നമ്മുടെ ആറിനകത്ത് കാണും. ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷനകത്ത് ഉണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് 1 നമുക്ക് ഡൊമൈൻ റേഞ്ചും ഉണ്ട്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് എല്ലാം 1 2 3 4. ഏതാണ് ഡൊമൈൻ? ആരാണ് ഡൊമൈൻ? ഇവിടുത്തെ ഡൊമൈൻ ആരാണ്? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ
1 1 അല്ലേ, 1 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 1 2 3 4. ഇനി റേഞ്ച് ഏതാണ്? റേഞ്ച് റിലേഷൻ ഏർപ്പെട്ടിരിക്കുന്നത് തന്നെയാണ് അല്ലേ? ഏതാണ് പറഞ്ഞോ? 4 5 ഇതാവുണ്ട് 4 5 4 5 4 5 5. സോ ആൻസർ എന്താണ്? 4 5 4 5. സോ ഡൊമൈനുമായി റേഞ്ചുമായി. ഇനി അടുത്താണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി അല്ലേ? എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ്റെ എണ്ണം, നമ്പർ ഓഫ് റിലേഷൻ എത്രയാണ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പം നമ്പർ ഓഫ് റിലേഷൻ നമ്മളിവിടെ എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് റിലേഷൻ ഈക്വൽ ടു എന്താണ് ഞാൻ പറഞ്ഞത്? 2 എയിലുള്ള എലമെന്റുകളുടെ എണ്ണം ഇൻറ്റു ബിയിലുള്ള എലമെന്റുകളുടെ എണ്ണം അല്ലേ? ഇവിടെ എയിൽ എത്ര എലമെന്റ് ഉണ്ട്? ഇവിടെ എയിലാകെ 4 എലമെന്റ്, ബിയിൽ 3 എലമെന്റ്. അപ്പം 4 × 3 എത്രയുണ്ട് ആൻസർ? 12. എത്രയാണ്? 12. അങ്ങനെ ആൻസർ എന്തായിരിക്കും? 2 എന്താണ് മക്കളെ? 2 ഇത്രയും റിലേഷൻ ഉണ്ടാവും. ഇവിടെ നിങ്ങോട്ട് എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ ഉണ്ടാവും? എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ ഉണ്ടാവും? 2 എയില് എത്ര എലമെന്റ് ഉണ്ട്? 4 എലമെന്റ്, ബിയില് 3 എലമെന്റ്. അപ്പം 4 × 3 എത്ര? 12. അപ്പം 2 12 റിലേഷൻ ഉണ്ട്. എവിടെ നിങ്ങോട്ട്? എയിൽ നിന്ന് ബിയിലേക്ക്. സോ ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് കേട്ടോ. ഫംഗ്ഷൻസ് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞത് ഫസ്റ്റ് പഠിച്ച റിലേഷനാണ്. ഇനി അടുത്ത നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. എന്താണ് ഫംഗ്ഷൻ എന്ന് പറയാൻ പോണം. നമുക്ക് ഒരുപാട് റിലേഷൻസ് കാണും. പക്ഷേ റിലേഷൻസ് ഫംഗ്ഷൻ ആകണമെങ്കിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കി ഇതൊരു ഫംഗ്ഷൻ ആണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? ഇതെന്താണ്? സെറ്റ് എ ആണ്, ഇത് സെറ്റ് ബി ആണല്ലേ? എയിൽ നിന്ന് ബിയിലേക്ക് ഇത് റിലേഷൻ ആണോ അല്ലെങ്കിൽ അത് ഫംഗ്ഷൻ ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. ഒരു റിലേഷൻ ഫംഗ്ഷനായിട്ട് മാറണമെങ്കിൽ, ഒരു റിലേഷൻ എന്താണ്? ഫംഗ്ഷനായിട്ട് മാറണമെങ്കിൽ സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കണം. അതായത് ഒരു കാമുകൻ ഒരു കാമുകി എന്ന് പറയും പോലെ, അല്ലെ ഒരു ബോയ്ക്ക് ഒരു ഗേൾ എന്ന് പറയും പോലെ, സെറ്റ് എയിലുള്ള ഇപ്പോൾ എയ്ക്ക് ഒരൊറ്റ ഇമേജ് ഉള്ളവരാണ് 1, ബിക്ക് ഒരൊറ്റ ഇമേജ് ഉള്ളവരാണ് 2, സിക്ക് ഒരൊറ്റ ഇമേജ് ഉള്ളവരാണ് 3. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫംഗ്ഷൻ എന്ന് പറയുക. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കി ഇതൊരു ഫംഗ്ഷൻ ആണോ അല്ലേന്ന് ചോദിച്ചാൽ ഇതൊരു ഫംഗ്ഷൻ അല്ല. കാരണം സെറ്റ് എയിലുള്ള എയ്ക്ക് ഒരൊറ്റ ഇമേജ് ഉള്ളൂ, ആരാണ്? 1. ഒരു പ്രശ്നവുമില്ല. പക്ഷെ ബിയുടെ കേസ് നോക്കി, ബിക്ക് ഒരേ സമയം 2 ആയിട്ടും കണക്ഷൻ ഉണ്ട്, 3 ആയിട്ടും കണക്ഷൻ ഉണ്ട്. അവിഹിതം. ശരിയാവോ? ഇല്ല. ഇതൊരിക്കലും പോസിബിൾ ആകില്ല. ഇത് റിലേഷനാണ്. റിലേഷനാണ്. ഇതൊരിക്കലും ഫംഗ്ഷൻ അല്ല. പക്ഷേ സിക്ക് ഫോർവേഡ് കണക്ഷൻ ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ബിക്ക് ബിയുടെ കേസ് എടുക്കുമ്പോൾ എന്തായിപ്പോയി? തെറ്റിപ്പോയി. ബിക്ക് 2 നോടും 3 നോടും കണക്ഷൻ ഉണ്ട്. ഒരെണ്ണം ഫംഗ്ഷൻ ആകണമെങ്കിൽ സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇമേജസ് ആയിരിക്കണം. ഒരൊറ്റ ഇമേജ് മാത്രമേ പാടുള്ളൂ. ഇതിനെ നമ്മൾ എന്ത് പറയുക? ഫംഗ്ഷൻ. ഫംഗ്ഷൻ. ക്ലിയർ? നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. 2 1 ഉണ്ട്, 2 1 3 1 4 2. ഇതൊരു റിലേഷൻ ആണോ ഫംഗ്ഷൻ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഇതെന്താണ്? റിലേഷൻ ആണോ ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കിയേ. ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. 2വിന് ആരോട്ടാണ് കണക്ഷൻ? 1 കണക്ഷൻ. 2വിന് ഒരൊറ്റ ഇമേജ് മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. ഇതേ 2വിന് വേറെ ഏതെങ്കിലും ഇമേജ് ഇവിടെ ഉണ്ടോ? ഇല്ല. 3ക്ക് ഒരൊറ്റ ഇമേജ് ഉള്ളവരാണ് 1, 4ന് ഒരൊറ്റ ഇമേജ് ഉള്ളവരാണ് 2. സോ ഇതൊരു ഫംഗ്ഷനാണ്. വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇപ്പോൾ 3ക്ക് 1 അല്ലാതെ വേറെ ഏതെങ്കിലും ഇമേജ് ഉണ്ടോ? ഇവിടെ ഇല്ല. 4ന് 2 അല്ലാതെ വേറെ ഏതെങ്കിലും ഇമേജ് ഇവിടെ ഉണ്ടോ? 2വിന് 1 അല്ലാതെ വേറെ ഏതെങ്കിലും ഇമേജ് ഇവിടെ ഉണ്ടോ? പക്ഷെ നിങ്ങൾക്ക് ചെറിയ സംശയം ഉണ്ടല്ലേ. 2ഉം 3യും 1ലേക്കല്ലേ മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്? ഫംഗ്ഷൻ ആവുമോ അല്ലേ എന്നാണല്ലേ. 2വിന് നോക്ക്, 2വിന് ഒരൊറ്റ ഇമേജ് മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. 3ക്കും ഒരൊറ്റ ഇമേജ് അല്ലേ ഉള്ളൂ, 1 എന്ന് പറയുന്ന ഇമേജ് അല്ലേ ഉള്ളൂ. പക്ഷെ 3ക്ക് വേറെ ഏതെങ്കിലും ഇമേജ് ഉണ്ടോ ഇവിടെ? ഇല്ല. സോ അത് കാരണം എന്ത് തന്നെയാണ്? ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം എങ്ങനെയായിരിക്കും? 2 3 4 അപ്പുറത്ത് 1ഉം 2 അല്ലേ. 2 ആരെ മാപ്പ് ചെയ്യുന്നു? 1നെ മാപ്പ് ചെയ്യുന്നു. 3 ആരെ മാപ്പ് ചെയ്യുന്നു? 1നെ മാപ്പ് ചെയ്യുന്നു. 4 2വിനെ മാപ്പ് ചെയ്യുന്നു. ഇതൊരു വിഷയമല്ല. കാരണം 2വിന് ഒരൊറ്റ ഇമേജ് ഇവിടെ ഉള്ളൂ, ആരാണ്? 1. 3ക്ക് ഒരൊറ്റ ഇമേജ് ഉള്ളൂ, ആരാണ്? അതും 1. അതെന്തോ ആയിക്കോട്ടെ, നമ്മളാ വിഷയമല്ല. 4ന് ഒരൊറ്റ ഇമേജേ ഉള്ളൂ, 2. സോ ഇത് ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കടാ. നോക്കി ഇവിടെ 2
3 4. അടുത്തതിൽ 2 4 2 3 ഉണ്ടല്ലേ. ഒന്നാമത്തിൽ 2 അല്ലേ, 2 2 3 4. അപ്പോൾ എന്താ ആൻസർ? 2 3 4. 2 3 4. രണ്ടാമത്തിൽ 2 3 4. 2 3 4. 2-ന് 2 ആയിട്ട് കണക്ഷൻ ഉണ്ട്, 2-ന് 4 ആയിട്ട് കണക്ഷൻ ഉണ്ട്, 3-ക്ക് 3 ആയിട്ട് കണക്ഷൻ ഉണ്ട്, 4-ന് 4 ആയിട്ട് കണക്ഷൻ ഉണ്ട്. ഇവിടെ വിഷയം എന്താ? ഇവിടെ നമ്മൾ 2-ന് ആരൊക്കെയായിട്ട് കണക്ഷൻ ഉണ്ട്? 2 ആയിട്ട് കണക്ഷൻ ഉണ്ട്, അതുപോലെ 2-ന് എന്താണ് 4 ആയിട്ട് കണക്ഷൻ ഉണ്ട്. ഒരാൾക്ക് 2 ഇമേജ് ശരിയാവോ? ഇതെന്തല്ല ഒരു ഫംഗ്ഷൻ ആണോ? അല്ല. ഇതെന്താണ്? പക്ക റിലേഷൻ. ഇതെന്താണ്ടാ മക്കളെ? ഇതൊരു റിലേഷനാണ്. റിലേഷനാണ്. ഇത് പക്ഷേ എന്താണ്? ഇതൊരു ഫംഗ്ഷനാണ്. അടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇവിടെ നോക്കിയേ 1 2 3 4 5 6 അല്ലേ. അടുത്തതിലാണെങ്കിൽ 2 2 3 4 5 6 7. 1-ന് ആരുമായിട്ടാണ് കണക്ഷൻ? 2-ആയിട്ട് കണക്ഷൻ, 2-ന് 3-ആയിട്ട് കണക്ഷൻ, 3-ക്ക് 4, 4-ന് 5, 5-ന് 6, 6-ന് ഏതാണ്ടാ മക്കളെ? 7. ഇത് പക്ക ഒരു ഫംഗ്ഷൻ അല്ലേ? ആർക്കെങ്കിലും ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടോ ഇവിടെ? ഇല്ല. ഒരാൾക്ക് പോലും ഒന്നിൽ കൂടുതൽ ഇമേജ് ഇല്ല. എല്ലാവർക്കും പരസ്പരം ഒരൊറ്റ ഇമേജ്, 1 ഇമേജ് അല്ലേ, ഒരൊറ്റ ഇമേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കാരണം ഇതെന്താണ്? ഇതൊരു ഫംഗ്ഷനാണ്. എന്താണ് മക്കളെ? ഒരു ഫംഗ്ഷൻ. അടുത്തൊരു ദിവസം നോക്കിയേ. കൺസിഡർ ദ റിയൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫംഗ്ഷൻ ഏതാണ്? 1 - 2x ആണ്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് എഫ് ഓഫ് -1ഉം എഫ് ഓഫ് 2 ആണ്. നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം എഫ് ഓഫ് -1 കണ്ടുപിടിക്കാം. എഫ് ഓഫ് -1 എന്തായിരിക്കും? അതിന് മുമ്പ് ആദ്യം ഞാൻ ഒന്നുകൂടെ എഫ് ഓഫ് എക്സ് എഴുതുകയാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 - 2x ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് -1. അതായത് ഇവിടുത്തെ എക്സിന് വരപ്പം വന്നേക്കണ ആരാണ്ട? -1 അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിലെ എക്സിന് വരെ നമ്മൾ എന്ത് കൊടുക്കണം? -1 കൊടുക്കണം. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട് അല്ലേ. ഇവിടുത്തെ എക്സിന് വരെ ഇപ്പോൾ ആരാണ് വന്നേക്കുന്നത്? -1. അപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യും? 1 - 2 ഇൻറ്റു എക്സിന് വരെ നമ്മൾ എന്ത് കൊടുക്കും? -1 കൊടുക്കും. അപ്പോൾ 1 - 2 ഇൻറ്റു -1 എന്താണ് ആൻസർ? +2. ഏതാണ്ടാ മക്കളെ? +2. സോ 1 + 2 നമുക്ക് എന്ത് കിട്ടും ആൻസർ? 3 എന്നുള്ളൊരു ആൻസർ കിട്ടും. എന്താണ്ടാ? 3. അടുത്ത നമുക്ക് വേണ്ട വാല്യൂ എഫ് ഓഫ് 2 ആണ്. ഏതാണ് വേണ്ടത്? എഫ് ഓഫ് 2. ഇപ്പം പറഞ്ഞ പോലെ തന്നെയാണ് എക്സിന് പകരം ഇവിടെ വന്നിട്ടുള്ള വാല്യൂ എന്താണ്? എക്സിന് പകരം വന്നിട്ടുള്ള വാല്യൂ 2 ആണ്. ഇവിടെ എക്സിന് പകരം ആര് വരണം? 2 വരണം അല്ലേ. അപ്പം 1 - 2 ഇൻറ്റു 2. സോ 1 - 2 ഇൻറ്റു 4. 1 - 4 എത്രയുണ്ടാവും മക്കളെ ആൻസർ? -3. അപ്പോൾ എഫ് ഓഫ് 2ൻ്റെ വാല്യൂ -3. ഇനി അതിലടുത്ത സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കുക. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഫൈൻഡ് എക്സ്. എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 ആണെങ്കിൽ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 എന്നെടുക്കാം. അതിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് 1 - 2x ആണ്. ഈക്വൽ ടു -1. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ -2x അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഈ -1 ഇപ്പുറത്ത് കൊണ്ടുവരാം. ഇവിടെ 1 ഓൾറെഡി ഉണ്ടല്ലോ. സോ ഈ ഒരു -1 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഈ ഒരു -1 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും അല്ലേ. +1. സോ +1 ഈക്വൽ ടു ഈ ഒരു -2x അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇവിടെ ഈ ഒരു -2x അപ്പുറത്ത് പോകുമ്പോൾ +2x ആവും അല്ലേ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 2x. 1 + 1 2 ഈക്വൽ ടു 2x. നമുക്കിവിടെ ആരെ മതി? നമുക്ക് എക്സ് മതി അല്ലേ. അപ്പോൾ ഇൻറ്റു തേക്കുന്ന ഈ ഒരു 2 ഇൻറ്റു ചെയ്തിട്ടുള്ള ഈ ഒരു 2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? /2 ആവും. അപ്പോൾ 2/2 എന്താണ്? 2/2 1. എക്സിൻ്റെ വാല്യൂ എത്രയുണ്ട? 1 ആണ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയുണ്ട മക്കളെ? 1 ആണ്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.